ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഐസോടോപ്സ് ആൻഡ് ഐസോബാർസ് എന്താണെന്ന് നോക്കാം വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, ക്ലാസ് 9th കെമിസ്ട്രിയിലെ ചാപ്റ്റർ 4 സ്ട്രക്ചർ ഓഫ് ആറ്റമിലെ ബാക്കി എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഐസോടോപ്സ് ആൻഡ് ഐസോബാർസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്ത് വരുന്ന ഇൻടെക്സ്റ്റ് പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടുണ്ട്, ലെക്ചറിൻ്റെ കൂടെ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ക്ലാസ്സുകൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ക്ലാസ്സുകൾ കാണാൻ ശ്രദ്ധിക്കണേ. ഓക്കെ, നമുക്ക് വരാം ഐസോടോപ്സ്. വാട്ട് ആർ ഐസോടോപ്സ്? ഓക്കെ, atoms with the same number of protons but different number of neutrons are called isotopes. അതായത് നേച്ചറിൽ നമ്മൾ ആറ്റംസ് പല കാര്യങ്ങൾക്ക് വേണ്ടി നോക്കുന്ന സമയത്ത് പലതരം കോമ്പൗണ്ട്സ് എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ചില ആറ്റങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസും പക്ഷേ അതിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്, അതായത് അറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷേ അതിൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസിൽ വ്യത്യാസം വരുന്നു. അതായത് നമ്പർ ഓഫ് ന്യൂട്രോണിൽ വ്യത്യാസം വരുമ്പം ന്യൂക്ലിയോൺസിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം വന്നത്. ന്യൂക്ലിയോൺസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുമ്പം അതിൻ്റെ എന്തിൽ വ്യത്യാസം വരും, മാസ് നമ്പറിൽ വ്യത്യാസം വരും. ഓക്കെ, atoms with the same number of protons but different number of neutrons are called isotopes. ഇനി ഐസോടോപ്പിനെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് നന്നായി എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ഐസോടോപ്സ് ആർ ഡിഫൈൻഡ് ആസ് ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്. ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺ സെയിം അല്ലേ. ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. അപ്പോൾ അത് സെയിം ആണ്. അപ്പോൾ ഒരേ ആറ്റത്തിൻ്റെ രണ്ട് സ്പീഷീസാണ്. ഓക്കെ, ഒരേ ആറ്റത്തിൻ്റെതാണ് ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ആറ്റത്തിൻ്റെ രണ്ട് സ്പീഷീസാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഹാവിങ് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ. സെയിം അറ്റോമിക് നമ്പർ, ഡിഫറൻറ്റ് മാസ് നമ്പർ. ഡിഫറൻറ്റ് മാസ് നമ്പർ, സെയിം അറ്റോമിക് നമ്പർ. ഇതെന്താണ്? സെയിം എലമെൻറ്റിൻ്റെ ആറ്റംസ് ആണ്. ഡിഫറൻറ്റ് മാസ് നമ്പർ എന്ന് പറയുമ്പം ഇതിൽ വ്യത്യാസം വരുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഏതാണ്? ന്യൂട്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോടോപ്സ് ആർ ഡിഫൈൻഡ് ആസ് ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ സെയിം, മാസ് നമ്പർ ഡിഫറൻറ്റ്. അപ്പോൾ ഇവിടെ മാസ് നമ്പർ ഡിഫറൻറ്റ് എന്ന് പറയുമ്പം ഏത് സബ് അറ്റോമിക് പാർട്ടിക്കിളിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്? ന്യൂട്രോണിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്. പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ ഈക്വൽ ആയിരിക്കും നമ്പർ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് ആണ്. ഹൈഡ്രജൻ്റെ ഐസോടോപ്സിൻ്റെ പേരുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഓക്കെ, ഓരോന്നായിട്ട് നോക്കാം. പ്രോട്ടിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ പഠിച്ചല്ലോ അല്ലേ. നമ്മൾ ആറ്റത്തിൻ്റെ സിമ്പൽ എഴുതും, അതിൻ്റെ മാസ് നമ്പർ എഴുതും, അതിൻ്റെ അറ്റോമിക് നമ്പർ എഴുതും. ഞാനിവിടെ AZ എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് ക്യാപിറ്റൽ A കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാസ് നമ്പറാണ്. അതുപോലെ ക്യാപിറ്റൽ Z കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റോമിക് നമ്പറാണ്. ക്യാപിറ്റൽ A അറ്റോമിക് നമ്പറാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും, പക്ഷെ അങ്ങനെയല്ല. ക്യാപിറ്റൽ Z റെപ്രസെൻറ്റ്സ് അറ്റോമിക് നമ്പർ, ക്യാപിറ്റൽ A ഫോർ മാസ് നമ്പർ. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രോട്ടിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 1 പ്രോട്ടോൺ ആണല്ലേ. 1 പ്രോട്ടോൺ ഉണ്ട് എന്നാണ് അർത്ഥം. 1 ഇലക്ട്രോൺ ഉണ്ട് എന്നർത്ഥം. 1 പ്രോട്ടോൺ 1 ഇലക്ട്രോൺ. ഇതിനകത്ത് എന്തില്ല? ന്യൂട്രോൺ ഇല്ല അല്ലേ. ഇതിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രോട്ടിയം എന്ന് പറയുന്നത്. ഓക്കെ, പ്രോട്ടിയത്തിനകത്ത് എന്തില്ല? ന്യൂട്രോൺ ഇല്ല. അപ്പം നമ്മളിവിടെ എന്തേ വേണ്ടു? ജസ്റ്റ് സിമ്പിൾസ് പഠിച്ചാൽ മതി. H11, H21, H31.
3 വരുമ്പോൾ ട്രിഷ്യം, 2 വരുമ്പോൾ 2 അല്ലേ, ഡ്യൂട്ടീരിയം. ഈ എച്ചിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡി എന്നും വേണമെങ്കിൽ ഇവിടെ ട്രിഷ്യത്തിന് ടി എന്നും വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്സിനെ കിട്ടിയല്ലോ. H11, H21, H31, H11, H21, H31. ഇവിടെയൊക്കെ നോക്കി, ഈ താഴെയുള്ള Z 1 അല്ലേ, താഴെയുള്ള Z 1 ആണ്. അപ്പോൾ സെയിം അറ്റോമിക് നമ്പർ, പക്ഷേ ഡിഫറൻറ്റ് മാസ് നമ്പർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഹൈഡ്രജൻ. ഓക്കെ, ഇനി കാർബണിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാർബൺ 12 എഴുതിയിട്ടുണ്ടായിരുന്നു. കാർബണിൻ്റെ വേറൊരു ഐസോട്ടോപ്പാണ് കാർബൺ 14 and 6. നമ്മൾ 1 AMU ഡിഫൈൻ ചെയ്ത സമയത്ത് ഓർക്കുന്നുണ്ടോ? നമ്മൾ അവിടെ പറഞ്ഞിരുന്നു കാർബൺ ആറ്റം എന്ന് പറയുന്നതിന് പകരം കാർബൺ 12 ഐസോട്ടോപ്പ് എന്നാണ് പറഞ്ഞത് അല്ലേ. അതിനുള്ള കാരണം കാർബൺ ഇങ്ങനെ 2 തരത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം C12 C14 and 6. അപ്പോൾ 6 and 6 അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ വ്യത്യാസമാണ്. വേറൊരു എക്സാമ്പിൾ ക്ലോറിൻ 3517, ക്ലോറിൻ 3717. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്താണ് ഐസോട്ടോപ്പ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പഠിച്ചത് എന്താണ് ഐസോട്ടോപ്പ്, അതിനുള്ള എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ 3 എക്സാമ്പിൾസ് ആണ് ഹൈഡ്രജൻ്റെ എക്സാമ്പിൾസ്, കാർബൺ, ക്ലോറിൻ. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു എന്ത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ പ്രോട്ടോൺസ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ സെയിം ആണെന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോട്ടോപ്സ് ആർ സിമിലർ. പക്ഷേ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, അത് കാണാൻ എങ്ങനെയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും, കാരണം നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഒക്കെ ഈക്വലാണ്. നമ്മൾ ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം ഓരോ എലമെൻറ്റും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്ത് അതിനെന്ത് മാറ്റങ്ങൾ വരുന്നു എന്നുള്ള രീതിയിലല്ലേ പറയാം. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസിൽ ശരിക്കും ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും ഈക്വൽ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. ഓക്കെ, ഇനി ഐസോട്ടോപ്പിൻ്റെ ആപ്ലിക്കേഷൻ 3 പോയിൻ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമാണ്, കൃത്യമായി പഠിച്ചു വെക്കണം കേട്ടോ. എൻ ഐസോട്ടോപ്പ് ഓഫ് യുറേനിയം ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയി നിങ്ങൾ +1 +2 പഠിക്കും. അവിടെ നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയത്തിനെയാണ്, യുറേനിയത്തിൻ്റെ ഒരു ഐസോട്ടോപ്പ്. ഓക്കെ, എൻ ഐസോട്ടോപ്പ് ഓഫ് കൊബാൾട്ട് ഈസ് യൂസ്ഡ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ കൊബാൾട്ടിൻ്റെ ഒരു ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഗോയിറ്റ് റിട്രീറ്റ് ചെയ്യാൻ നമ്മൾ അയഡിൻ്റെ ഐസോട്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഐസോബാർ എന്താണെന്ന് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, അതിൻ്റെ ആപ്ലിക്കേഷൻസോ കൂടുതൽ കാര്യങ്ങളോ ഒന്നും പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നേരത്തെ ഐസോടോപ്പ് എന്ന് പറഞ്ഞപ്പോൾ സെയിം എലമെൻ്റ് ആയിരുന്നു, ഡിഫറൻറ്റ് മാസ് നമ്പറാണ്, സെയിം എലമെൻ്റ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ആണ് വരിക. ഓക്കെ, ഡിഫറൻറ്റ് എലമെൻറ്റ്സ്, അതായത് ഐസോബാർസ് ആർ ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ് വിത്ത് ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ. ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ആകുമ്പം പിന്നെ എന്തായിരിക്കും, അതിൻ്റെ അറ്റോമിക് നമ്പറും മാറ്റമായിരിക്കും. ഓരോ എലമെൻറ്റിൻ്റെയും എന്താ പറയുക, ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അറ്റോമിക് നമ്പറാണ് അല്ലേ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഐസോബാർസ് ആർ ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ്, പക്ഷെ എന്തായിരിക്കും, അതിൻ്റെ മാസ് നമ്പർ സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ആർഗൺ ആൻഡ് കാൽഷ്യം. ആർഗൺ വേറെ ഒരാളാണ്, കാൽഷ്യം വേറെ ഒരാളാണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ 18ഉം 20 ആണ്, പക്ഷേ മാസ് നമ്പർ രണ്ടിൻ്റെയും 40 ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്പീഷീസ് ഇതിനെ നമ്മൾ ഐസോബാർസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഐസോടോപ്സ്, ഐസോബാർ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തിയറി പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രോബ്ലംസ് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.